കനത്ത മഴയിൽ എറണാകുളം ജില്ലയിലെ കാക്കനാട് തുതിയൂരിൽ വീടുകളിൽ വെള്ളം കയറി. ഇന്ദിരാനഗർ കോളനിയിലെ വീടുകളിലാണ് വെള്ളം കയറിയത്. ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരും. ശ്യാം, പറയൂ. കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച ശക്തമായ മഴയിലാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ഇന്ദിരാനഗർ കോളനിയിലെ ഈ വീടുകളുടെ മുറ്റത്തുൾപ്പെടെ വെള്ളം കയറിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ നിരവധി വീടുകളിൽ ഏകദേശം 10-12 വീടുകൾക്കകം വെള്ളം കയറിയിട്ടുണ്ട്. ആ വെള്ളത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇവിടെ ഈ ഇനിയും മഴ പെയ്താൽ വീടുകൾക്കകത്തേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുമുണ്ട്. ഏതായാലും ഈ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയത് ഇവിടുത്തെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കാത്തതാണ് എന്നുള്ളതാണ് ഈ നമ്മളിവിടെ ആളുകളെ സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത്. ഇവിടുത്തെ തോടുകളിലൊക്കെ ഈ പായൽ നിറഞ്ഞു കിടക്കുന്ന സ്ഥിതിയിലാണ് ഉള്ളത്. ആ ദൃശ്യങ്ങൾ കാണാം. ഈ പായലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഒഴുക്ക് നിലച്ച് കിടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇതാണ് ഇവിടെ ഈ വീടുകളിലേക്ക് വെള്ളം പെട്ടെന്ന് തന്നെ ഇരച്ചു കയറാനായിട്ട് ഇടയാക്കിയത്. ഈ പ്രദേശത്ത് മാത്രമുള്ള 10-ലധികം വീടുകളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ഇവിടെയുള്ളവർ ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി തന്നെ ഈ പ്രദേശത്ത് ഒരുപക്ഷെ ക്യാമ്പുകൾ തുറക്കുമെന്ന് പറഞ്ഞിരുന്നു. തൊട്ട് അടുത്ത് തന്നെ ഇവിടെ വീടുകൾ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. മഴ ഇപ്പോഴും ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെയുള്ളത്. ഈ വീട്ടിലും തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ദൃശ്യമാണ് ഈ കാണുന്നത്. വീടിൻ്റെ പടിയോളം വെള്ളം ഇവിടെയും ഉയർന്നിരിക്കുന്നു. വീട്ടിലെ സാധനങ്ങളൊക്കെ അവരിപ്പോൾ മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ ആളുകൾ സ്വമേധയാ മാറാനും ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇനിയും മഴ ഇങ്ങനെ തുടർന്നാൽ ഈ വീടുകളുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകും. ഏതായാലും ക്യാമ്പ് തുറക്കും എന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മഴ ശക്തമായി തുടർന്നു കഴിഞ്ഞാൽ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഈ തുതിയൂർ കാക്കനാട് ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന കാക്കനാട് തുതിയൂർ മേഖലയിൽ നിൽക്കുന്നത്. ഓക്കെ, KTU എക്സാം മാറ്റാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത് മാറ്റണം എന്നാണ് പറയുന്നത്. എന്തായാലും അതിശക്തമായ മഴ പെയ്യാണ്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ മാറ്റിയതായി അറിവില്ല. പരീക്ഷ തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.